റഹീം, ശശി തരൂരിനെ ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാനിടയായ സാഹചര്യം എന്താണ്? ഇത് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യുവജന സംഘടന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. മാർച്ച് 1-2 തീയതികളിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എന്റർപ്രണേഴ്സ്, അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് എംപ്ലോയീസ്, അതോടൊപ്പം പുതിയ നോവൽ ഐഡിയയുമായി നിൽക്കുന്ന ആളുകൾ, ഇവരുടെയെല്ലാം തന്നെ വലിയൊരു ഗ്യാതറിംഗ് ആണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത്. മെബാസോ എന്ന പേരിൽ വളരെ നേരത്തെ കൂട്ടി തന്നെ അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ ആ സന്ദർഭത്തിലാണ് നമ്മൾ വ്യത്യസ്ത ഗസ്റ്റുകളുണ്ട്, വ്യത്യസ്ത പാനൽ ഡിസ്കഷൻസ് ഉണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, മറ്റ് ടെക്നോക്രാറ്റുകളുണ്ട്. അങ്ങനെ വലിയ ഒരു ഇവന്റാണ്. അപ്പോൾ ആ ഇവന്റിലേക്ക് ശ്രീ ശശി തരൂർ സമീപകാലത്ത് അദ്ദേഹം കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടും സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ പോസിറ്റീവായ റിമാർക്സ് ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഐഡിയ കൂടി അദ്ദേഹം ഷെയർ ചെയ്യാൻ തയ്യാറാണോ, അദ്ദേഹത്തെ ക്ഷണിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആലോചിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിൽ ഞങ്ങൾ നേരിട്ടെത്തി അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു. അദ്ദേഹത്തെ വളരെ വളരെ സൗഹൃദപരമായും വളരെ സ്നേഹത്തോടെയുമാണ് അദ്ദേഹം ഞങ്ങളെ സ്വീകരിച്ചത്. അദ്ദേഹം ഞങ്ങളെ വെൽക്കം ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു ഈ പരിപാടിയിലേക്ക്. ഈ പരിപാടിയുടെ മറ്റു വിശദാംശങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഇത്തരം പരിപാടികൾ പൊതുവിൽ നല്ലതാണ് എന്നുള്ള അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി. അതിനു പുറമെ കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല എന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന് വരണമെന്ന് താല്പര്യമുണ്ടായിരുന്നു എന്നും അദ്ദേഹം ഞങ്ങളോട് അറിയിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ മാർച്ച് 1-ാം തീയതി അദ്ദേഹം സൂറത്തിലും മാർച്ച് 2-ന് അദ്ദേഹം നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്ന കോട്ടയത്തെ മറ്റൊരു പരിപാടിയിലേക്കും പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ അസൗകര്യമുണ്ട് എന്നും അദ്ദേഹം അപ്പോൾ തന്നെ ഞങ്ങളെ അറിയിച്ചു. ശ്രീ റഹീം, ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ശശി തരൂരിനെ ക്ഷണിക്കുമ്പോൾ കേരളത്തിൽ വേറെ ഒരു തരത്തിലൊരു രാഷ്ട്രീയ വിവാദത്തിന്റെ പശ്ചാത്തലമുള്ള കാര്യം താങ്കൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് വളരെ പോസിറ്റീവായി അദ്ദേഹം പ്രതികരിക്കുകയും ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹത്തിന്റെ ലേഖനം വരികയും അതിനെതിരെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസിനകത്ത് ഉയരുകയും അദ്ദേഹം ഒരു ഘട്ടത്തിൽ പ്രതിരോധത്തിലാവുകയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ നേരിട്ട് കണ്ടതിന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത ഒരു സന്ദിഗ്ധാവസ്ഥ ശശി തരൂരിനെ സംബന്ധിച്ചുണ്ട്. ഈ സംഭവങ്ങൾക്ക് ശേഷമാണോ തരൂരിനെ അതിഥിയായി വിളിക്കാം എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചത്? അല്ല, ഞങ്ങള് അദ്ദേഹത്തെ ഇന്ത്യൻ എക്സ്പ്രസിലെ അദ്ദേഹത്തിന്റെ ലേഖനമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം കേരളത്തിന്റെ പുരോഗതിയെക്കുറിച്ചും കേരളത്തിന്റെ അവിശ്വസനീയമായ കേരളത്തിന്റെ വ്യവസായിക വളർച്ചയെക്കുറിച്ചും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. അതാണ് കോൺഗ്രസിന്റെ നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുകയും കോൺഗ്രസ് നേതാക്കൾ അതിനെ വിവാദമാക്കുകയും ചെയ്തത്. അപ്പൊ അദ്ദേഹം വളരെ പ്രൊഡക്റ്റീവായി പോസിറ്റീവായി അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിനെ ഡിവൈഎഫ്ഐ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടി, ഇനി അദ്ദേഹത്തിന് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ കൂടി പറയാൻ തന്നെയാണ് ഞങ്ങൾ ക്ഷണിച്ചത്. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ YLF നടത്തി, YLFിലെ രാഷ്ട്രീയ വ്യത്യസ്ത ചേരികളിൽ നിൽക്കുന്നവരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നല്ലോ. അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ ഡോക്ടർ ശശി തരൂര് സ്റ്റാർട്ടപ്പിന്റെ വിഷയത്തിൽ കേരളത്തിന്റെ അന്താരാഷ്ട്ര ഏജൻസികളുടെ ഡേറ്റയെ ആസ്പദമാക്കിയാണ് ഗോപികൃഷ്ണൻ ശ്രീ ശശി തരൂർ സംസാരിച്ചത്. അപ്പോൾ ഡേറ്റയെ ആസ്പദമാക്കി വളരെ വസ്തുതാപരമായി അദ്ദേഹം സംസാരിച്ചത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തുകയായിരുന്നു. അതിന്മേലാണ് അവർ വിവാദമുണ്ടാക്കുക. ആ വിവാദമുണ്ടാക്കിയ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടാണ് ദൗർഭാഗ്യകരം. ശശി തരൂരിന്റെ നിലപാടല്ല അക്കാര്യത്തിൽ ദൗർഭാഗ്യകരം. ശശി തരൂർ വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവായ ഒരു കാര്യമാണ് അക്കാര്യത്തിൽ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് അതല്ലാതെ പറയാനും കഴിയില്ല. കാരണം ഡേറ്റകളെ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അഭിപ്രായ പ്രകടനം കൂടി നടത്തിയ പശ്ചാത്തലത്തിൽ തന്നെയാണ് തീർച്ചയായും ശ്രീ ശശി തരൂരിനെ ക്ഷണിച്ചേക്കാമെന്ന് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, ഈ വിവാദത്തിന്റെ പശ്ചാത്തലം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഇതര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ പെടുന്നവർ, ഇതര രാഷ്ട്രീയ കക്ഷിയിൽപ്പെടുന്ന എന്നാൽ ഈ കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ എല്ലാം ഡിവൈഎഫ്ഐ ഈ ഫെസ്റ്റിവലിന് ക്ഷണിക്കുന്നുണ്ടോ? അതോ കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ശശി തരൂർ മാത്രമാണോ അതിഥിയായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ പരിപാടിയിൽ ഇപ്പോൾ രാഷ്ട്രീയ ആന്തരിക്കുള്ള ഡോക്ടർ ശശി തരൂരിനെ തന്നെയാണ് ക്ഷണിച്ചത്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരുപാട് വളരെ എന്താ പറയാ ടെക്നോക്രാറ്റുകൾ, വളരെ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ധർ ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് YLF നടന്നല്ലോ, യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 2nd എഡിഷൻ നടന്നല്ലോ നമ്മുടെ കൊച്ചിയിൽ. ഞങ്ങൾ അതിലേക്കും ഇവരെല്ലാം ക്ഷണിച്ചിരുന്നു. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ പരിസരം ഒരു സംവാദാത്മകമാക്കണം, ഡയലോഗുകൾ ഉണ്ടാകണം, പ്രൊഡക്റ്റീവായ കാര്യങ്ങളിൽ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ എല്ലാവരും യോജിച്ചു നിൽക്കണം. അങ്ങനെയല്ലേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടുകയുള്ളൂ. അതാണ് പിണറായി ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരോടും കൈകോർത്തു പോകണമെന്നുള്ള വളരെ ഒരു മനസ്സാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐ അതിനെ പോസിറ്റീവായി കാണുകയാണ്. ഇപ്പോൾ ഇത്രയും അവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഫ്രീ ആയിട്ട് സൗഹൃദമായി മാറുന്നു എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അത്രയും തൊഴിലവസരങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നാണ്. ഒരു യുവജന സംഘടന വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണണ്ടേ.
ശരി, അപ്പൊ ആ ശ്രീ എ റഹീം, ഇപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് പുതിയ മൊസാദ് കാലത്ത് അദ്ദേഹം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ഫിസിക്കലി ഇവിടെ പ്രസന്റ് ആയിരിക്കില്ല, അദ്ദേഹം സൂറത്തിലായിരിക്കും ഈ തീയതികളിൽ, മാർച്ച് 1, 2 തീയതികളിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഓൺലൈനായി അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട് എന്ന് നിങ്ങൾ ക്ഷണത്തിന്റെ ഭാഗമായി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാധ്യത അദ്ദേഹത്തിന് ഉണ്ടോ ഇതിൽ പങ്കെടുക്കാൻ? ഇല്ല, അത്തരമൊരു കാര്യം ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ ഫിസിക്കലി ഞങ്ങൾ ക്ഷണിക്കുകയായിരുന്നു. അതിൽ വ്യവസായ മന്ത്രിയും ഒക്കെയുള്ളൊരു സെഷൻ ഉണ്ട്. അപ്പൊ ആ സെഷനില് അതോടൊപ്പം ഇദ്ദേഹത്തിനെ കൂടി അദ്ദേഹത്തിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നായിരുന്നു ഞങ്ങളൊരു സെഷൻ, പർട്ടിക്കുലർ സെഷൻ, 2-ാം തീയതിയിലെ സെഷനാണ് ഞങ്ങൾ ചോദിച്ചത്, അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്തത്. 1-ാം തീയതി ആണെങ്കിലും ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 2 ദിവസവും അദ്ദേഹം ഒരു ദിവസം സൂററ്റിലാണ്, 2-ാമത്തെ ദിവസം കോട്ടയത്ത് നേരത്തെ നിശ്ചയിച്ചൊരു പരിപാടിയാണ്, 3-ാം തീയതി എറണാകുളത്താണ് പരിപാടി, അങ്ങോട്ടേക്ക് പോകും. അദ്ദേഹത്തിന്റെ ഡയറി നോക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. പിന്നെ ഈ വെർച്വൽ ആയിട്ടുള്ള ഒരു പങ്കാളിത്തത്തെ കുറിച്ചുള്ള ഒരു സജഷൻ ഞങ്ങൾ നടത്തിയിട്ടില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ എ റഹീം. ഡിവൈഎഫ്ഐയുടെ പരിപാടിയിലേക്ക്, ഡിവൈഎഫ്ഐ നടത്താൻ പോകുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡോക്ടർ ശശി തരൂർ എപ്പിയെ ക്ഷണിച്ച കാര്യങ്ങൾ, അതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ എ റഹീം.